നെക്സ്റ്റ് സബ്വേഡിങ് ആണ് ക്രിച്ചോഫ് റൂൾസ്. അപ്പോൾ ഓംസ് ലോ ഫെയിലിയർ ആവുന്ന സമയങ്ങളിൽ, അതായത് ഒന്നിലധികം സർക്യൂട്ടുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, ഉദാഹരണമായിട്ട് ഈ സർക്യൂട്ടിൽ തന്നെ ഒന്നിലധികം EMF ബാറ്ററി വെച്ചിട്ടുണ്ട്, ഒന്നിലധികം റെസിസ്റ്റൻസ് ഉണ്ട്, ഒന്നിലധികം കറണ്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം കറണ്ടും അതുപോലെ റെസിസ്റ്റൻസും EMF ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഓംസ് ലോ ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഓംസ് ലോ ഒരു കറണ്ടും ഒരു EMF ഒക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഓംസ് ലോ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഒന്നിലധികം സർക്യൂട്ടുകൾ വരുമ്പോൾ നമുക്ക് അവിടെ ഓംസ് ലോ ഫെയിലിയർ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഓംസ് ലോയ്ക്ക് പകരം നമ്മൾ ക്രിച്ചോഫ് റൂൾ ഉപയോഗിക്കും. ക്രിച്ചോഫ് റൂള് ഉപയോഗിക്കും. അപ്പൊ ക്രിച്ചോഫ് റൂള് പറയുന്നതാണ് algebraic sum of current meeting at any junction is 0. Algebraic sum of current meeting at any junction. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും എന്നാണ് ക്രിച്ചോഫ് പറയുന്നത്. ഒന്നുകൂടി പറയാം. Algebraic sum of current meeting at any junction in a circuit, in a closed circuit is 0. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇൻകമിങ് കറണ്ട് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഗോയിങ് കറണ്ട് നെഗറ്റീവായിട്ട് എടുക്കണം. ഇൻകമിങ് കറണ്ട് ഇവിടെ ഇൻകമിങ് കറണ്ട് പോസിറ്റീവ് എടുത്താൽ ഔട്ട് ഗോയിങ് കറണ്ടുകൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇപ്പൊ ഇതാണ് ക്രിച്ചോഫ് പറയുന്നത്. ഒന്ന് പറയാം. Algebraic sum of current meeting at any junction in a closed circuit is 0. ഇപ്പൊ ഞാനിവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. അതിന്റെ ABCDEFG എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് വരച്ചിട്ടുള്ളത്. അതിൽ ഒരു സെല്ല് E1 എന്ന് പറഞ്ഞ ഒരു സെല്ല്, ദെൻ R1 എന്ന് പറഞ്ഞ മറ്റൊരു സെല്ല്, മറ്റൊരു റെസിസ്റ്റൻസ്, R2 മറ്റൊരു റെസിസ്റ്റൻസ്, R3 മറ്റൊരു റെസിസ്റ്റൻസ്, R4 മറ്റൊരു റെസിസ്റ്റൻസ്, ദെൻ R5 മറ്റൊരു, അങ്ങനെ 5 റെസിസ്റ്റൻസുകൾ, 2 സെല്ലുകൾ, 3 കറണ്ട് ബ്രാഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ സർക്യൂട്ടിന്റെ കോൺഫിഗറേഷൻ. നമ്മൾ ഈ സർക്യൂട്ടിൽ ഇപ്പൊ ക്രിച്ചോഫിന്റെ ഫസ്റ്റ് റൂള് ജംഗ്ഷൻ റൂൾ എന്ന് പറയും. ഇപ്പൊ ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ A എന്ന് പറയുന്ന ജംഗ്ഷൻ ആണ്. അത് ജംഗ്ഷൻ A ഇൻകമിങ് കറണ്ട് ഈസ് ടേക്കൺ as പോസിറ്റീവ്, ഔട്ട് ഗോയിങ് കറണ്ട് ഈസ് ടേക്കൺ as നെഗറ്റീവ്. മറ്റൊരു റൂളും കൂടി ഉണ്ട്. ഈ കറണ്ട് പോസിറ്റീവ് എടുത്താൽ അടുത്തതിൽ പറയാം. സോ അറ്റ് ജംഗ്ഷൻ A ജംഗ്ഷനിലേക്ക് വരുന്ന I1 കറണ്ട് വരുന്നു, I2ഉം I3ഉം ജംഗ്ഷനിൽ നിന്ന് പോകുന്നു. Therefore I1 is taken as positive at junction A. I1 positive plus I2 ജംഗ്ഷനിൽ നിന്ന് പോകുന്നു, നെഗറ്റീവ് എടുക്കണം, മൈനസ് I2 I3യും ജംഗ്ഷനിൽ നിന്ന് പോകുന്നു, മൈനസ് I3 ഈക്വൽ ടു 0. ജംഗ്ഷനിലേക്ക് വരുന്നു. ഇൻകമിംഗ് കറണ്ട് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ഔട്ട് ഗോയിങ് കറണ്ട് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പൊ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് പോസിറ്റീവ് ആയിട്ടും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നെഗറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കണം. ഇനി മറ്റൊരു ജംഗ്ഷൻ ഇവിടെ ഉള്ളത് D ആണ്. അറ്റ് ജംഗ്ഷൻ D ഇതുപോലെ I2 കറണ്ട് ജംഗ്ഷനിലേക്ക് വരുന്നു, I3 കറണ്ടും ജംഗ്ഷനിലേക്ക് വരുന്നു. സോ I2 പ്ലസ് ഇൻകമിംഗ് കറണ്ട് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, I3 ജംഗ്ഷനിലേക്ക് പോകുന്ന കറണ്ട് I1 കറണ്ട് ഇങ്ങോട്ട് പോകുകയാണ്. കാരണം D മുതൽ A വരെ കറണ്ട് I1 ആണ്, മൈനസ് I1 ഈക്വൽ ടു 0. ഓക്കെ. ഇനി ക്രിച്ചോഫിന്റെ സെക്കൻഡ് റൂള് ഇറ്റ് ഈസ് ജസ്റ്റ് എ മോഡിഫിക്കേഷൻ ഓഫ് ഓംസ് ലോ. ഓംസ് ലോന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ്. നമുക്കറിയാം ഓംസ് ലോ ഈക്വൽ ടു E ഈക്വൽ ടു I ഇൻറ്റു R ആണ് ഓംസ് ലോ പറയുന്നത്. ഇതിലൊരു സിഗ്മ ഇട്ട് കഴിഞ്ഞാൽ
ഒരു സിഗ്മ ഇട്ട് കഴിഞ്ഞാൽ ദിസ് ഈസ് നത്തിങ് ബട്ട് കിർച്ചോഫ് സെക്കൻഡ് റൂൾ. നമ്മളിതിന് ലൂപ്പ് റൂൾ എന്ന് പറയും. ഇത് ജംഗ്ഷൻ റൂള്, ഇത് ലൂപ്പ് റൂള്. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഒരു സിഗ്മ ഇട്ട് കഴിഞ്ഞാൽ അതായത് EMF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ സിഗ്മ ഇട്ട് കഴിഞ്ഞാൽ സം എന്നുള്ളൊരു വാക്കുകൂടെ അഡീഷൻ ആയിട്ട് വരും. സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ EMF ഇൻ ദി സർക്യൂട്ട്. അപ്പൊ ഒന്നിലധികം സർക്യൂട്ട് വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കാം. സമ്മം മറക്കരുത്. സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ EMF ഇൻ ദി സർക്യൂട്ട്. ഇങ്ങനെ വേണം പറയാം. സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ EMF ഇൻ ദി സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ അപ്ലൈ നോക്കാം. നമുക്ക് രണ്ട് സർക്യൂട്ട് എടുക്കാം. ഒന്ന് ഈ സർക്യൂട്ട് ABCD എഴുതാണ്. ABCD ഈ സർക്യൂട്ട് എടുക്കാണ്. ഈ സർക്യൂട്ടില് ഇതാണ് എയിൽ തുടങ്ങി, ബിയിൽ തുടങ്ങി, സിയിൽ തുടങ്ങി, ഡിയിൽ തുടങ്ങി, തിരിച്ച് ഇവിടുത്തെ ഈ കറണ്ട് ഫുള്ള് വരുന്നത് I1 ആണ്. അപ്പൊ ഇവിടെ തുടല് ഡി മുതൽ എ വരെ I1 ആണ്. അപ്പൊ I1 R3 പ്ലസ് I1 R4, I1 R3 പ്ലസ് I1 R4. ഇത് ഈ കറണ്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുന്നത് നമുക്ക് നെഗറ്റീവിന്റെ ആവശ്യമില്ല. പ്ലസ് I2 കാരണം ഡയറക്ഷൻ ഇവിടെ മാറുന്നില്ല. ഇങ്ങനെ ഈ കറണ്ട് ഇങ്ങനെ പോവാണ്. I2 R5 പ്ലസ് I2 R5 ഈക്വൽ ടു EMF ഇവിടെ E2. ഇപ്പൊ E2 ഈക്വൽ ടു സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ EMF. ഇനി അടുത്തൊരു സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണ്. ഈ സർക്യൂട്ട് ഒഴിവാക്കുന്നു. പകരം AD എന്നുള്ള സർക്യൂട്ട് നമ്മളിപ്പോ ഒഴിവാക്കുന്നു. പകരം GBCFG ആ സർക്യൂട്ട് എടുക്കുന്നു. സർക്യൂട്ട് GBCFG. അപ്പൊ ഈ AD എന്നുള്ള സർക്യൂട്ട് ഇല്ല. ഓക്കെ. അപ്പൊ ഇതാണ് കറണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. ഈ കറണ്ട് I2 R5 അത് നമ്മൾ നേരത്തെ പോസിറ്റീവ് എടുത്തല്ലോ. I2 R5 പോസിറ്റീവ് എടുത്തു, അതിൽ മാറ്റമില്ല. I2 R5 ഈ കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കണം. I3 R1 ഈ കറണ്ട് ഇവിടം വരെ ഡി വരെ I3 ആണ്. I3 R1 വീണ്ടും മൈനസ് I3 R2 ഈക്വൽ ടു ഇത് E2 ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതുള്ളത്. മൈനസ് E1 എടുക്കണം. മൈനസ് E1. ഓക്കെ. അപ്പൊ ഇത് ഒന്ന് എഴുതിക്കോ. കിർച്ചോഫ് ഫസ്റ്റ് റൂൾ states that algebraic sum of current meeting at any junction in a closed circuit is zero. Incoming current is taken as positive. Outgoing current is taken as negative. ഇനി സർക്യൂട്ട് വരയ്ക്കാം. At a junction A, applying Kirchhoff's first rule. At junction A, applying Kirchhoff's first rule. Kirchhoff now.
I1 minus I2 minus I3 equal to 0. At junction D, applying Kirchhoff's first rule, I2 plus I3 minus I1 equal to 0. In Kirchhoff's second rule, Kirchhoff's second rule is only a modification of Ohm's law. That is, the law states that sum of product of current and resistance in a closed circuit is equal to total EMF in the circuit. Equation sigma E equal to sigma IR. Applying Kirchhoff's second rule in the closed loop A, B, C, D, A, E2 equal to I1 R3 plus I1 R4 plus I2 R5. Similarly, applying Kirchhoff's rule in the closed loop GB, CFG minus E1 equal to I2 R5 minus I3 R1 minus I3 R2. ഇനി അടുത്ത സബ്ബഡിങ് വീസ്റ്റേൺസ് ബ്രിഡ്ജ് ഡയഗ്രാം വരയ്ക്കാം. ഒരു ബ്രിഡ്ജിന്റെ ഫോമില് 4 റെസിസ്റ്റൻസുകൾ, അതായത് പോലെ P, Q, R, S, ഇതുപോലെ 4 റെസിസ്റ്റൻസുകൾ ഒരു ബ്രിഡ്ജിന്റെ ഫോമില്. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ക്രിച്ചോഫ്സ് റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ് വീസ്റ്റേൺസ് ബ്രിഡ്ജും മീറ്റർ ബ്രിഡ്ജും. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ബ്രിഡ്ജിന്റെ ഫോമില് 4 റെസിസ്റ്റൻസുകൾ ഒരു ബ്രിഡ്ജിന്റെ ഫോമില് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വീസ്റ്റേൺസ് ബ്രിഡ്ജ് എന്ന് പറയും. ഇവിടെ P, Q, R ആൻഡ് S ഇത് 4 റെസിസ്റ്റൻസുകളാണ്. ഒരു ബ്രിഡ്ജിന്റെ ഫോമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. I ആണ് കറണ്ട്. B, D അതിനിടയ്ക്ക് ഒരു ഗാലോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എ ഗാലോമീറ്റർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ ടെർമിനൽ B ആൻഡ് D and a cell of EMF is connected between A and C. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ I എന്ന കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ I1 ആയിട്ട് Pയിലൂടെയും Qയിലൂടെയും കടന്നു പോകും. Iയിൽ നിന്ന് I1 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് I മൈനസ് I1 ആണ്. ഈ I മൈനസ് I1 Rലൂടെയും Sലൂടെയും കടന്നു പോകും. സോ നമ്മൾ ആദ്യം ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് റെസിസ്റ്റൻസസ് അതർ ദാൻ എസ് ആർ വേരിഡ് എന്ന് പറഞ്ഞാൽ പിയുടെ വാല്യൂ മാറ്റും, ക്യൂന്റെ വാല്യൂ മാറ്റും, ആറിന്റെ വാല്യൂ മാറ്റും, ഈ 3 റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറ്റും. സോ ദ റെസിസ്റ്റൻസസ് അതർ ദാൻ എസ് ആർ വേരിഡ് സോ ദാറ്റ് ഗാലോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ. ഗാലോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആകുന്നത് വരെ നമ്മൾ പിയുടെ വാല്യൂ, ക്യൂവിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ എല്ലാം നമ്മൾ മാറ്റും. അപ്പോ ഗാലോമീറ്റർ 0 ആയി കഴിഞ്ഞാൽ the circuit is okay. So we said that the bridge is said to be balanced. അപ്പോൾ ഗാലോമീറ്റർ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും ബ്രിഡ്ജ് ബാലൻസ് ആയെന്ന് പറയും. Under the balancing condition we can apply this Kirchhoff's rule. So resistances other than S are varied so that galometer shows zero deflection. Under the condition bridge is said to be balanced. Under balancing condition we can apply Kirchhoff's second rule. So consider the closed loop A, B, D, A. A, B, D, A. A, B, D, A. Rule apply. Second rule. Current into resistance. I1 into P. I1 into P. The current I1 ഇങ്ങോട്ടാണെങ്കിൽ
I minus I1 താഴേക്കാണ്. So minus I1 into R equal to bridge balance ആയി. Therefore EMF 0. Therefore I1P equal to I minus I1 into R, equation 1. ഇനി ഇതേപോലെ now we apply Kirchhoff's rule BCDB അതിൽ അപ്ലൈ ആണ്. സോ ഇവിടെ കറണ്ട്, ഈ കറണ്ട് തന്നെ ഇവിടെ I1Q minus I1 into S equal to 0 or I1Q equal to I minus I1 into S. Equation 2, 1/2. ഇത് വരും I1P by I1Q equal to I minus I1 into R divided by I minus I1 into S. I1 വെട്ടിപ്പോയി, I minus I1 വെട്ടിപ്പോയി, or we can write P by Q equal to R by S. P by Q equal to R by S. ഇതാണ് Wheatstone's principle. എഴുതിക്കോ, ഡയഗ്രാം വരച്ചിട്ടുണ്ടാവും. Wheatstone's bridge consists of four resistances P, Q, R and S. S in the bracket unknown resistance are arranged, close the brackets, are arranged in the form of a bridge. A galvanometer is connected between B and D and a cell between A and C. Resistances other than S are varied so that the galvanometer shows zero deflection. Under the condition, bridge is said to be balanced, and under balancing condition, we can apply Kirchhoff's second rule. Next line enter. Applying Kirchhoff's second rule in the closed loop ABDA, delta I1P minus I1 into R equal to 0, or I1P equal to I minus I1 into R. Question 1 is that. Similarly, in the closed loop, applying Kirchhoff's second rule BCDB, I1Q minus I1 into S equal to 0, I1Q equal to I minus I1 into S. Question number 2, divide into equation I1P by I1Q equal to I minus I1 into R divided by I minus I1 into S. P by Q equal to R by S. This is called Wheatstone's principle.